ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ സദ്ഗുരു രവിദാസിന്റെ 647ാം ജന്മവാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്നു. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. 10 UDFും 9 LDFും. NDAയ്ക്ക് 3 സീറ്റ്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ യാതൊരുവിധ ആക്ഷൻ പ്ലാനും സർക്കാരിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരള ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ സദ്ഗുരു രവിദാസിന്റെ 647ാം ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നു. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് വാരാണസിയിൽ അദ്ദേഹം തുടക്കം കുറിക്കും. ഖാർക്കിയാങ് മേഖലയിലെ ഉത്തർപ്രദേശ് വ്യവസായ വികസന അതോറിറ്റിയുടെ വിവിധ വികസന പദ്ധതികളും ബനാസ് കാശി സങ്കുൽ പാൽ ഉൽപാദന കേന്ദ്രവും അദ്ദേഹം ഇന്ന് നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 കോൺഗ്രസും 9 LDFും 3 BJPയും 1 സ്വതന്ത്രനും വിജയിച്ചു. മട്ടന്നൂർ നഗരസഭയിൽ BJP അക്കൌണ്ട് തുറന്നു. ടൌൺ വാർഡിൽ BJP സ്ഥാനാർത്ഥി 72 വോട്ടിന് വിജയിച്ചു. തിരുവനന്തപുരത്ത് പൂവച്ചലിലും എറണാകുളം വെളിയനാടും BJP വിജയിച്ചു. 6 LDF ഭരണം തിരിച്ചുപിടിച്ചു. പാലക്കാട് എരുത്തേമ്പതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ യാതൊരുവിധ ആക്ഷൻ പ്ലാനും സർക്കാരിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വന്യജീവികളെ നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന് നിഷ്ക്രിയത്വമായ അനുഭവമാണെന്ന് അദ്ദേഹം കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വന്യജീവി ആക്രമണം മൂലം ദുരിതത്തിലായ 7,000-ലധികം പേരാണ് സർക്കാരിന്റെ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPIM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിന്റെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് അന്വേഷിക്കണം. പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സംയമനത്തോടെ ഇടപെടണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം. മറ്റന്നാൾ നടക്കുന്ന പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരം ഉത്സവ ലഹരിയിലാണ്. പൊങ്കാല ഉത്സവത്തിന്റെ 7ാം ദിനമായ ഇന്നും ദർശനത്തിനായി ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിലും പരിസരത്തും അനുഭവപ്പെടുന്നത്. മറ്റന്നാളാണ് പൊങ്കാലയെങ്കിലും ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഭക്തർ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സർക്കാർ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭക്തർക്ക് കുടിവെള്ള സൗകര്യം, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വൈദ്യസഹായത്തിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിയവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 2ാം ഘട്ട പര്യടനം ഇന്ന് സമാപിക്കും. ഇന്ന് ആറ്റിങ്ങൽ, വർക്കല എന്നിവിടങ്ങളിലാണ് പര്യടനം. വികസിത് ഭാരത് സങ്കല്പ യാത്ര കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ പര്യടനം നടത്തുന്നു. വൈകിട്ട് 4-ന് മാനിപ്പുരത്താണ് യാത്രയുടെ ഭാഗമായ പൊതുയോഗം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുചാടിയ പ്രതി മധുരയിൽ പിടിയിൽ. സഹായം നൽകിയ യുവതിയും അറസ്റ്റിൽ. കഴിഞ്ഞ ജനുവരി 14-ന് സെൻട്രൽ ജയിലിൽ നിന്നും അതിവിദഗ്ധമായി ജയിൽ ചാടിയ കൊയ്യോട് സ്വദേശി ഹർഷാദിനെയാണ് മധുരയിലെ ഒളിത്താവളത്തിലെത്തി കണ്ണൂർ ടൌൺ പോലീസ് പിടിച്ചത്. ഒളിത്താവളം ഒരുക്കിയ മധുര സ്വദേശിനിയായ അപ്സരയെയും അറസ്റ്റ് ചെയ്തതായി ACP വേണുഗോപാൽ വെള്ളിയാഴ്ച രാവിലെ ACP ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് തിരുവനന്തപുരം സന്ദർശിക്കും. VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പൊതുഗതാഗതത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ആരംഭിച്ച KSRTC ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ 100 ഉല്ലാസയാത്രകൾ പൂർത്തീകരിച്ചു. തൊടുപുഴ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് വരുമാനത്തിലും യാത്രക്കാരുടെ പങ്കാളിത്തത്തിലും മികച്ച നേട്ടം കൈവരിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 2022 ജൂലൈ 10-ന് വാഗമൺ ട്രിപ്പിലൂടെയാണ് തൊടുപുഴയിൽ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം. ഇതിനോടകം 4,500ഓളം യാത്രക്കാർ KSRTCയുടെ വിനോദയാത്രാ സർവീസിൽ പങ്കാളികളായി. 30 ലക്ഷത്തിലേറെ രൂപയാണ് ഈ ഇനത്തിൽ KSRTCക്ക് വരുമാനമായി ലഭിച്ചത്. വളരെ കുറഞ്ഞ ചെലവിൽ കേരളത്തിന്റെ വിവിധ കോണുകളിലെ വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ആഭ്യന്തര വിനോദസഞ്ചാര രംഗത്ത് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി വലിയ ഉണർവാണ് ഉണ്ടാക്കിയത്.
100ാമത്തെ ട്രിപ്പ് ആഘോഷമാക്കുവാനാണ് തൊടുപുഴ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇതിനോടകം യാത്രകളിൽ പങ്കെടുത്തവരെ ഉൾപ്പെടുത്തി മലങ്കര ഡാം, ഇലവീഴ പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല് എന്നിവിടങ്ങളിലേക്ക് ഫെബ്രുവരി 25-ന് മുറ്റത്തെ മുല്ലയെ തേടി ഒരു യാത്ര എന്ന പേരിൽ ഒരു സൗഹൃദ ട്രിപ്പും സംഘടിപ്പിക്കുന്നുണ്ട്. കായംകുളത്ത് KSRTC ബസ്സിന് തീപിടിച്ചു. കായംകുളം MSM കോളേജിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോയ ബസ്സിനാണ് തീപിടിച്ചത്. ബസ് പൂർണ്ണമായി കത്തിനശിച്ചു. തീപടരും മുൻപ് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കില്ല. ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ മധ്യഭാഗത്തും പുറകിലും തീ ആളിപ്പടരുകയായിരുന്നു. ബസിന്റെ ഡീസൽ ടാങ്ക് ചോർന്നതാണ് അപകട കാരണമെന്നാണ് നിഗമനം. കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് ആലപ്പുഴയിലെത്തും. വൈകിട്ട് 5-ന് SDV മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ K. സുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. തലശ്ശേരിയിലെയും മാഹിയിലെയും പൈതൃക ഇടങ്ങൾ കാണാനായി KSRTCയുടെ ഡബിൾ ഡെക്കർ ടൂറിസ്റ്റ് ബസ് ഓടിത്തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഒരേ സമയം നഗരക്കാഴ്ചകളും ആകാശക്കാഴ്ചകളും ആസ്വദിക്കാനാവുന്ന റൂഫ്ലെസ് ബസ്സാണ് ഓടിത്തുടങ്ങിയത്. തലശ്ശേരി ഡിപ്പോവിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ബസ് നെട്ടൂരിലെ ഗുണ്ടർട്ട് സ്റ്റോറി ടെല്ലിംഗ് മ്യൂസിയം, പഴയ കോടതി കെട്ടിട സമുച്ചയം, സെന്റിനറി പാർക്ക്, സീവ്യൂ പാർക്ക്, ഓവർബ്രിഡ്ജ് ഫോളി, കോട്ട, ലൈറ്റ് ഹൌസ്, ജവഹർഘട്ട്, കടൽപ്പാലം, പാണ്ഡികശാലകൾ, ഗോപാലപേട്ട ഹാർബർ എന്നിവിടങ്ങളിലൂടെ മാഹിയിലെത്തും. മാഹി ബസേലിക്ക ചർച്ച്, മൂപ്പൻസ് ബംഗ്ലാവ്, വാക്ക് വേ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം അഴിയൂരിലെത്തും. ഇവിടെ നിന്ന് മുഴപ്പലങ്ങാട് വഴി തലശ്ശേരിയിൽ തിരിച്ചെത്തുന്നതാണ് നിലവിലെ റൂട്ട് മാപ്പ്. നാളെ മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 5 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം ഗോവയെ നേരിടും. അരുണാചൽ പ്രദേശിൽ രാത്രി 7-നാണ് മത്സരം. ആദ്യ മത്സരത്തിൽ അസമിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് കേരളം പരാജയപ്പെടുത്തിയത്. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെ മുഴുവൻ ശൃംഖലകളും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ദൂരദർശന്റെ എല്ലാ ശൃംഖലകളിലും മൻ കി ബാത്ത് ലഭ്യമാകും. സംസ്ഥാനത്തെ ഹോം ഗാർഡ്, ട്രാഫിക് വാർഡന്മാരായ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വനിതാ കമ്മീഷൻ നടത്തുന്ന പബ്ലിക് ഹിയറിംഗ് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പുരോഗമിക്കുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കരമന കാലടി റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ ഇന്നും നാളെയും ഈ റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. ഈ റോഡിലൂടെ പോകേണ്ടുന്ന വാഹനങ്ങൾ കരമന, തളിയൽ, കാലടി വഴി പോകണം. മുതിർന്ന ശിവസേന നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ മനോഹർ ജോഷി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ലോക്സഭാ സ്പീക്കറായിരുന്നു. മനോഹർ ജോഷിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. നിരവധി വർഷങ്ങൾ പൊതുസേവനത്തിനായി ചെലവഴിച്ച മുതിർന്ന നേതാവായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ചെന്നൈയിൽ. സന്ദർശനവേളയിൽ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കാണുകയും കളക്ടർമാരുമായും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുമായും അവലോകന യോഗം നടത്തുകയും ചെയ്യും. നാളെ തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും വകുപ്പ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചർച്ച നടത്തും. മാധ്യമപ്രവർത്തകരുമായും നാളെ കൂടിക്കാഴ്ച നടത്തും. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന RDS കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി റദ്ദാക്കി ഹൈക്കോടതി. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 32 പോയിന്റ് ഉയർന്ന് 2232-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 35 പോയിന്റ് നേട്ടത്തിൽ 22,253-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ സന്ത് ഗുരു രവിദാസിന്റെ 647ാം ജന്മവാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്നു. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് 23 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. 10 UDF-ഉം 9 LDF-ഉം. NDAയ്ക്ക് 3 സീറ്റ്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ യാതൊരുവിധ ആക്ഷൻ പ്ലാനും സർക്കാരിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരള ഗോവ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.